ഹലോ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് ഞാൻ ഒരു വാക്യം പറയാം, അത് പ്രയോജനമായിരിക്കും. സങ്കീർത്തനം 127 ഒന്നാം വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനു അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ അനേകർ കഠിന അധ്വാനം ചെയ്യുന്നു. പക്ഷെ ദൈവം തൻ്റെ ഉറക്കത്തിൽ തന്നെ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക്, യേശുവിനെ അറിയുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്നു. എന്തോ കൊടുക്കുന്നു? സമാധാനം കൊടുക്കുന്നു. അവർക്ക് വേണ്ടിയ റിച്ചസും കൊടുക്കുന്നു. അവർക്ക് ഉറക്കത്തിൽ തന്നെ അവരുടെ കാര്യങ്ങൾ ശരിയാകുന്നു. ആകവേ ഉറക്കം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അനേകം മരുന്നുകളിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുന്നത് തൻ്റെ വചനത്തിൽ കൂടിയാണ്. വചനം എന്ന വാളെടുക്കുമ്പോൾ ശത്രു തോറ്റോടും. അതുകൊണ്ട് വചനത്തിൽ ആശ്രയിക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. വീടിനെതിരായ ക്ലേശങ്ങൾ, വീടിനും സമൂഹത്തിനും ജീവിക്കാൻ പറ്റാത്ത ക്ലേശങ്ങൾ ഉളവാക്കുന്ന ജനങ്ങൾ, ചുറ്റുമുള്ള അയൽവാസികൾ അല്ലെങ്കിൽ അയൽക്കാർ, ഇങ്ങനെയുള്ളവരാൽ വരുന്ന ക്ലേശങ്ങൾ നാം പലതും ഇന്ന് കണ്ടുവരുന്നു. ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വചനത്തിൽ ആശ്രയിക്കാം, അല്ലാതെ വേറെ പ്രാർത്ഥിക്കാം. ഇതല്ലാതെ ഒരു വഴി സൊല്യൂഷനില്ല. വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നമ്മുടെ പട്ടണം കാക്കുന്ന യഹോവയാണ്. യഹോവ നമ്മുടെ പട്ടണം കാക്കുന്നു, നമ്മുടെ വീട് കാക്കുന്നു, നമ്മുടെ സ്ഥലം കാക്കുന്നു, നമ്മുടെ ജീവൻ കാക്കുന്നു. എല്ലാം കാക്കുന്ന യഹോവയാണ്. യേശുവിൽ ആശ്രയിക്കാം. ആകവേ നിങ്ങൾ അനേകർ അധികാലത്തിൽ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ചിലത് വൃഥാ അധ്വാനിക്കുന്നു. എൻ്റെ പ്രിയന് അത് ഉറക്കത്തിൽ തന്നെ കൊടുക്കുന്നു. ഉറക്കത്തിൽ കൊടുക്കുന്ന കർത്താവ്, ഉറക്കത്തിൽ കൂടി തന്നെ കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നു. യേശു പറഞ്ഞു പത്രോസിനോട്, ഈ ദിശയിലോട്ട് നീ വല ഇറക്കുക, നിനക്ക് മീൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം പത്രോസിന് കിട്ടി. യേശു അത്ഭുതം ചെയ്തു. അനേകം മീൻ കിട്ടി. യേശുവിനെ അനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശു പറയുന്നതാണ് കേൾക്കേണ്ടത്. യേശു പറയുന്ന പോലെ കേൾക്കാം. നമ്മൾക്ക് ഭാരമായിരിക്കാം കേൾക്കാൻ, എന്നാൽ യേശു അത് കൃപ ചോദിച്ച് അതുപോലെ ചെയ്യാം. യേശു ചെയ്ത അത്ഭുതങ്ങൾ അനേകം. ആകെ യേശു അത്ഭുതത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. യേശു പറഞ്ഞു, മീൻകൂട്ടത്തെ എടുത്ത് 5 അപ്പം 5000 പേരെ വാഴ്ത്തി അനുഗ്രഹിച്ച യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം അറിയുന്ന കർത്താവ് പറയുന്നു, ഉറക്കത്തിൽ കൊടുക്കുന്നു. തൻ്റെ പ്രിയനു അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഉറക്കത്തിൽ തന്നെ കൊടുക്കുന്ന കർത്താവ്, ഉറക്കത്തിൽ നമുക്ക് ദൈവം തരുന്ന നന്മകൾ. കർത്താവ് എല്ലാം വൃഥാ അധ്വാനിക്കുന്നു. എന്നാൽ നമ്മൾ അധ്വാനിക്കണം. എന്നാലും കർത്താവിൽ ആശ്രയിക്കാം. അപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും. ആമീൻ, 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 ആമീൻ.